Haven TV, the true spiritual channel of Bharat. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയാനായി അതുല്യ ഭക്തി കേന്ദ്രമായ ഉടുപ്പി ശ്രീകൃഷ്ണ മഠത്തിലേക്കൊന്ന് പോയാലോ? അതെ, ഉടുപ്പി ശ്രീകൃഷ്ണ മഠം. ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരു സാധാരണ ക്ഷേത്രമല്ല. ഇത് വൈഷ്ണവ ഭക്തിയുടെ പ്രകാശ സ്തംഭമായി 13-ാം നൂറ്റാണ്ടിൽ മഹാനായ സന്യാസി മാധ്വാചാര്യർ സ്ഥാപിച്ച ക്ഷേത്രമാണ്. ദ്വൈത വേദാന്തത്തിന്റെ പ്രണേതാവായ മാധ്വാചാര്യർ ഒരു വലിയ ഗോപീചന്ദന കല്ലിനുള്ളിൽ നിന്ന് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം കണ്ടെത്തി ഇവിടെ സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. ആദ്യത്തെ വിഗ്രഹം കിഴക്കോട്ട് നോക്കിയിരുന്നുവെങ്കിലും കനകദാസൻ എന്ന ഭക്തന്റെ അളവറ്റ പ്രാർത്ഥനയാൽ ദൈവം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു. ഇന്നും ഭക്തർ ദേവനെ കാണുന്നത് അകത്തെ നവഗ്രഹ കിണ്ടിയിലും പുറത്തുള്ള കനക കിണ്ടിയിലൂടെയുമാണ്. കനകദാസന്റെ പേരിൽ അലങ്കരിച്ചിരിക്കുന്ന ഈ വാതിലിനരികെ അദ്ദേഹത്തിന്റെ പ്രതിമയും കാണാം. ക്ഷേത്രം ദിവസവും രാവിലെ 5:30 തുറക്കുന്നു. 9 ചെറിയ തുളകളുള്ള വാതിലിലൂടെ മാത്രമാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഉച്ചയ്ക്ക് അന്നം വിതരണം ചെയ്യുന്ന ഈ ക്ഷേത്രം അന്നബ്രഹ്മം എന്ന പേരിൽ പ്രശസ്തമാണ്. ക്ഷേത്രത്തിന്റെ ദിനചര്യയും ഭക്തി സേവനങ്ങളും അഷ്ടമഠങ്ങൾ എന്നറിയപ്പെടുന്ന 8 മഠങ്ങൾ ചേർന്ന് നടത്തിവരുന്നു. ഓരോ മഠവും 2 വർഷം വീതം ക്ഷേത്ര ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ഭക്തി സേവനം നടത്തുന്നു. അഷ്ടമഠങ്ങൾ ഇവയാണ്: പാളിമാറുമഠം, അടമാറുമഠം, കൃഷ്ണപുരമഠം, പുട്ടികേ മഠം, ശിരൂർ മഠം, സ്വാധേ മഠം, കാണിയൂർ മഠം, പേജാവര മഠം. ഓരോ മഠത്തിനും സ്വന്തമായ ദൈവമുണ്ട്. അതിനെ പട്ടദേവരു എന്ന് വിളിക്കുന്നു. ഭക്തിയുടെയും സേവനത്തിന്റെയും കേന്ദ്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ മഠം. ദ്വൈത വേദാന്തത്തിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. ഇവിടെ നിന്നാണ് പ്രശസ്തമായ ദാസ സാഹിത്യം രൂപം കൊണ്ടത്. ക്ഷേത്രത്തിന്റെ ചെലവുകൾ ഭക്തരുടെ സംഭാവനകളാലും അഷ്ടമഠങ്ങളുടെ സഹായത്താലുമാണ് നടത്തുന്നത്. ഒരു കാലത്ത് വലിയ ഭൂമികൾ കൈവശമുണ്ടായിരുന്നു എങ്കിലും 1975 സർക്കാർ നടപ്പാക്കിയ ഭൂമി പരിഷ്കാര നിയമം വഴി അവ നഷ്ടപ്പെട്ടു. ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു പ്രതിഷ്ഠ മാത്രമേയുള്ളൂ. അത് ഉടുപ്പിയിലാണ്. തൈര് കലക്കുന്ന മത്ത് കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടി. ഒരു പട്ടുകോണകം പോലും ധരിച്ചിട്ടില്ല. എന്നാൽ ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുമുണ്ട്. ശ്രീകോവിലിന്റെ പിന്നിലെ കിളിവാതിലിലൂടെ അലങ്കാരങ്ങളാൽ വിടർന്ന കണ്ണുകളോടെ നിൽക്കുന്ന കരിങ്കറുപ്പനായ കൃഷ്ണനെ കാണാൻ എന്ത് ഭംഗിയാണ്! എന്തിനാണ് കണ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതെന്ന് ഭക്തർക്ക് പലർക്കും അറിയില്ലായിരിക്കും. ഭക്തിയുടെ മഹത്വവും കണ്ണന്റെ ഭക്തവാത്സല്യവും മനസ്സിലാക്കി തരുന്ന ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ട്. ജാതിയും മതവുമല്ല ഭക്തിയുടെ അളവുകോൽ എന്ന് തെളിയിക്കുന്ന ഈ കഥ കേട്ടാലോ? അബ്രാഹ്മണനായ കനകദാസൻ തികഞ്ഞ ഒരു കൃഷ്ണ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയി കണ്ണനെ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. പക്ഷേ എന്തു ചെയ്യാം? അയിത്തം കൽപ്പിച്ചവർ ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ പോലും വരാൻ അദ്ദേഹത്തെ അനുവദിച്ചിരുന്നില്ല. കൃഷ്ണഭക്തനായ കനകദാസൻ ദിവസവും ക്ഷേത്രത്തിന്റെ പുറകിലിരുന്ന് കണ്ണനെ മനസ്സിൽ കണ്ട് കീർത്തനങ്ങൾ പാടുക പതിവായിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും അദ്ദേഹത്തിന് കണ്ണനെ കാണാനുള്ള കൊതി കൂടിക്കൂടി വരികയാണുണ്ടായത്. ഒരു ദിവസം അദ്ദേഹം ഹൃദയം പൊട്ടുന്ന സങ്കടത്തോടെ പാടി: കൃഷ്ണ നീ ബേഗനെ ബാരോ. അതായത്, കൃഷ്ണ നീ വേഗം വരൂ, വേഗം വരൂ, മുഖവന്നീ തോരോ, ആ തിരുമുഖമൊന്ന് കാണിക്കൂ. തുടർന്ന് പാടിയ വരികൾ ഇങ്ങനെയാണ്: കാലിൽ പാദസരമിട്ട്, നീല നിറമുള്ള കൈവളയിട്ട്, നീലവർണ്ണ നൃത്തം ചെയ്തുകൊണ്ടുവരൂ. അരയിൽ മണികെട്ടിയ അരഞ്ഞാണമിട്ട്, മോതിരമിട്ട്, കഴുത്തിൽ വൈജയന്തിമാല ഇട്ടുകൊണ്ടുവരൂ. കാശി മഞ്ഞപ്പട്ടൊടുത്ത്, കയ്യിൽ ഓടക്കുഴൽ പിടിച്ച്, ദേഹത്ത് പൂശിയ ചന്ദന ഗന്ധവുമായി വരൂ. വാ തുറന്ന് 3 ഉലകവും അമ്മയെ കാണിച്ച ഉടുപ്പിയിലുള്ള ജഗതോദ്ധാരകനായ ശ്രീകൃഷ്ണ വരൂ. അവസാനത്തെ വരി പാടിക്കഴിഞ്ഞതും അദ്ദേഹം കരഞ്ഞുപോയി. തന്റെ കുഞ്ഞു വായ്ക്കുള്ളിൽ സർവ പ്രപഞ്ചവും
കാണിച്ചു കൊടുത്ത കണ്ണാ, ഈ ജഗത്തിനെ ഉദ്ധരിക്കുന്ന നിനക്ക് എന്റെ മുന്നിൽ ഒന്ന് വരാൻ എന്താണ് പ്രയാസം? എന്നിട്ടും വന്നില്ലല്ലോ നീ എന്ന് ഒരു പരിഭവ സ്വരത്തിൽ അദ്ദേഹം പാടി. ആ പരിഭവം ഈ വരികളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ആ ഭക്തന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ കണ്ണനും തളർന്നു. അതെന്നും അങ്ങനെയാണല്ലോ. ഭക്തരുടെ കണ്ണുനീർ കാണാനുള്ള ശക്തി ഭക്തവത്സലനായ ആ ഭഗവാനില്ലല്ലോ. പെട്ടെന്ന് കണ്ണൻ പുറകിലേക്ക് തിരിഞ്ഞു. തന്റെ കയ്യിലുള്ള മത്തുകൊണ്ട് ചുവരിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി കനകദാസർക്ക് ദർശനം നൽകി. പിന്നീട് ആ വിഗ്രഹത്തെ പഴയതുപോലെ തിരികെ വയ്ക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. അതുകൊണ്ട് ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഉടുപ്പി ശ്രീകൃഷ്ണൻ ഭക്തവാത്സല്യത്തിന്റെ പ്രതീകമായി ഇന്നും നിലകൊള്ളുകയാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.